നിന്ന് ഭാരതത്തെ തച്ചു തകർക്കാമെന്ന് വ്യാമോഹിക്കുമ്പോൾ കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയത്തിന്റെ അംഗീകാരമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. പാറ്റകളെ മുൻനിർത്തി എല്ലാ വിഘടനവാദികളും ഒന്നിച്ച് ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ദേശസ്നേഹികൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ നടക്കുന്ന സമരത്തിൽ കാശ്മീരിൽ 370-ാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരാനും പാർലമെന്റ് തകർക്കാനും ശ്രീലങ്കയെയും ബംഗ്ലാദേശിനെയും പോലെ ഭാരതത്തെ തകർത്താനും ആഹ്വാനം ചെയ്യുന്ന വിഘടനവാദികളെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഒറ്റപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. ജനാധിപത്യ വിശ്വാസികളെ ഭാരതത്തിന്റെ വിദേശ രാജ്യത്തിന്റെ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ. പാറ്റയെ കണ്ടും കൂറയെ കണ്ടും ധീരമായി നാട് ഭരിക്കാൻ നടക്കില്ലേ? ബംഗ്ലാദേശും ലങ്കയുമല്ല ഭാരതമാണെന്നോർത്തോളൂ, ഭാരതമാണെന്നോർത്തോളൂ. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് നരേന്ദ്രമോദി, ജയ് ജയ് നാണമില്ലേ കോൺഗ്രസ്, നാണമില്ലേ കോൺഗ്രസ്, നാണമില്ലേ കോൺഗ്രസ്, നാണമില്ലേ കോൺഗ്രസ്. സ്വന്തമായി സമരം ചെയ്യാം, സ്വന്തമായി സമരം ചെയ്യാൻ ആർജവമില്ലേ കോൺഗ്രസ്, ആർജവമില്ലേ കോൺഗ്രസ്. വേണ്ട വേണ്ട നോക്കേണ്ട, അട്ടിമറിക്കാൻ നോക്കേണ്ട, ഭാരതമാണെന്നോർത്തോളൂ. ജയ് ജയ് ബിജെപി. വിദ്യാർത്ഥി സമരം അട്ടിമറിച്ച് ുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയിട്ടുള്ള സംഭവങ്ങൾ ജനാധിപത്യ വിശ്വാസികളിൽ ഏറെ വേദന ജനിപ്പിക്കുന്നതാണ്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് അത് കണ്ടെത്തിയിട്ടുള്ളത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി കണ്ടെത്തുകയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ പരീക്ഷ റദ്ദാക്കുകയും അതിനുശേഷം വീണ്ടും പരീക്ഷ പ്രഖ്യാപിക്കുകയും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവരുടെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള പ്രോസസ്സിംഗിലാണ് രാജ്യം നിലനിൽക്കുന്നത്.
ഈ ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ജന്തർ മന്ദിറിൽ കണ്ടിട്ടില്ലായിരുന്നു. പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിച്ചപ്പോഴാണ് പല രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ജന്തർ മന്ദിറിലേക്ക് തിരിഞ്ഞു നോക്കുകയും അവിടങ്ങളിൽ പോയി സമരത്തിന് പിന്തുണ കൊടുക്കുകയും ആ സമരം ഒരു കലാപത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ നിരോധിത മേഖലയിൽ കയറി അവിടെ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ്. കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും ഈ സമരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നാം ആ ദൃശ്യമാധ്യമങ്ങൾ ദർശിക്കുമ്പോഴും പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോഴും കാണുകയാണ്. അവാസ്തവമായിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധപ്പെടുത്തി കേരളീയ മനസ്സിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പത്രപ്രവർത്തന ശൈലി എവിടെ നിന്നാണ് കേരളത്തിന്റെ പത്രപ്രവർത്തകർ ആർജിച്ചെടുത്തുള്ളതെന്നതിനെ കുറിച്ചുള്ള സംശയം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വരികയാണ്. ഒരു മുഖ്യധാരാ പത്രം അവാസ്തവമായിട്ടുള്ള ഒരു വാദം എഴുതി പഠിപ്പിക്കുകയാണ്. 100 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ അവരാണ് ഇത്തരത്തിലുള്ള കളവ് ചെയ്യുമ്പോൾ നാം എങ്ങനെ ഈ പത്രങ്ങളെ വിശ്വസിക്കാൻ സാധിക്കും, ദൃശ്യമാധ്യമങ്ങളെ വിശ്വസിക്കാൻ സാധിക്കും? ഉണ്ണി ബാലകൃഷ്ണൻ ഓട്ടത്തുള്ളൽ എന്ന് പറയുന്ന മഹാകലയെ അപമാനിക്കുന്ന തരത്തിൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചുകൊണ്ട് പടച്ചുവിടുന്ന അവാസ്തവങ്ങൾ അഭിലാഷ് മോഹനെ പോലെയുള്ള ആളുകൾ മീഡിയ വണ്ണിൽ നിന്നും മാതൃഭൂമിയിൽ എത്തിച്ചേർന്ന് മാതൃഭൂമിയുടെ ഫ്ലോറിലിരുന്ന് തുള്ളിച്ചാടുന്ന കാഴ്ചകൾ, ആഷ്മിയെ പോലെയുള്ള ആളുകൾ കഥാപ്രസംഗം നടത്തി വാസ്തവത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പത്രപ്രവർത്തനം നടത്തുകയാണ് കേരളത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയിട്ടല്ല ആദരണീയനായ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ ശ്രേണിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവരാരുടെയും പിന്തുണ കൊണ്ടല്ല, ഇവരുടെ ഒന്നും ഒരു പിന്തുണ കൊണ്ട് നേടിയതാണെങ്കിൽ ഇവരെല്ലാം ബഹുമാനിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിൽ നിന്ന് ആ സ്വാതന്ത്ര്യ സമരം നയിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയെ കേരളത്തിലെ ഒരു മുത്തശ്ശി പത്രം സ്വാതന്ത്ര്യലബ്ധിക്ക് മുന്നേ വിളിച്ചിരുന്നത് മിസ്റ്റർ ഗാന്ധി എന്നായിരുന്നു. ഗാന്ധിജിയുടെ രക്തം വീണ മണ്ണ് സൂക്ഷിക്കുന്ന ഒരു പത്രം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് രാജ്യവിരുദ്ധ ശക്തികളുമായി കലാപത്തിന് കോപ്പുകൂട്ടുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് അറിയിക്കാതെ ആ സമരത്തോട് ചേർന്നായിട്ടുള്ള CTV ഉണ്ണികൃഷ്ണൻ, M സുരേഷ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഭാരതത്തിന്റെ ജനാധിപത്യത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തെ വ്യാപകമായി അവഹേളിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാടിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധ സംഗമങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 3-4 ദിവസങ്ങളായി രാജ്യത്തിന്റെ അസ്തിത്വത്തെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടുകൂടി രാജ്യവ്യാപകമായി കലാപത്തിന് കോപ്പുകൂട്ടാൻ ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും രാഹുൽ ഗാന്ധി വലിയ നേതൃത്വം കൊടുത്തു വരികയാണ്. പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഒരു സമരം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അങ്ങനെ ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ആ പരീക്ഷ മാറ്റിവെച്ചു, അത് കണ്ടുപിടിച്ചു, ഇങ്ങനെയുള്ളൊരു ചോദ്യപേപ്പർ ചോർച്ച കണ്ടുപിടിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ്. അങ്ങനെ ചോദ്യപേപ്പർ ചോർന്നത് കണ്ടുപിടിച്ചതിന് ശേഷം പരീക്ഷ മാറ്റിവെച്ചു, പുതുതായി പരീക്ഷ നടത്തി, അതിന്റെ റിസൾട്ട് വന്നു,
പുതിയ പ്രവേശനത്തിന്റെ നടപടിക്രമങ്ങൾ രാജ്യവ്യാപകമായി നടന്നു വരുമ്പോഴാണ് രാജ്യത്ത് അപ്രതീക്ഷിതമായിട്ട് ചില രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. സ്വാഭാവികമായും നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന കാലഘട്ടത്തിലില്ലാത്ത ഒരു പ്രതിഷേധം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ചോദ്യപേപ്പർ ചോർന്നാൽ അതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്ന് ചരിത്രം കാണിച്ച രീതിയിൽ അത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഉടലെടുക്കുന്ന ചില സമരത്തിന്റെ മാർഗങ്ങളെയും രൂപങ്ങളെയും ഭാവങ്ങളെയും സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. അത്തരത്തിലുള്ളൊരു ഗറില്ല സമരമുറയാണ് തലസ്ഥാന നഗരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അന്നെല്ലാം തന്നെ ചെറിയ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലുമുള്ള ഒരു പ്രതിഷേധം നടത്തുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് തലയിൽ ആൾതാമസമുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. നോക്കൂ, നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് നീറ്റ് പേപ്പർ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ആശങ്കയാണ് ഇന്ന് രാജ്യത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന സമരങ്ങൾ നടത്തുന്നവർ പറയുന്നത്. 2004 ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന CBSEയുടെ ചോദ്യപേപ്പർ ചോർന്നു. നരേന്ദ്രമോദിയല്ല ഇന്ത്യ ഭരിച്ചത്. 2006 CBSEയുടെ ചോദ്യപേപ്പർ ചോർന്നു. 2014 CBSE പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എൻട്രൻസിന്റെ ചോദ്യപേപ്പർ 3 തവണ മൻമോഹൻ സിംഗ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് ചോർന്നു. ഇന്ത്യ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പരീക്ഷകളുടെ ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നു. ഞങ്ങൾ ചോദിച്ചോട്ടെ, ആ കാലഘട്ടത്തിലൊന്നും തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ പ്രതിപക്ഷ പാർട്ടിയും പ്രധാനമന്ത്രി രാജിവെക്കണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് തെരുവിൽ കലാപമുണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെന്താണിപ്പോ ഈ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഡൽഹിയിലൊക്കെ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളും ചില അരാജകവാദികളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്? അവര് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ടായി. ബഹുമാനപ്പെട്ട എന്റെ പ്രസംഗം കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് ഒരു ചോദിച്ചോട്ടെ, 7 വർഷം മുമ്പ് ഈ കേരളത്തിൽ ഏകദേശം 3 ലക്ഷം പേർ പരീക്ഷ എഴുതിയിട്ടുള്ള കേരള പോലീസിന്റെ കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യം ചോർന്നു. SFIയുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശിവരഞ്ജിത്തും അതേപോലെ തന്നെ പ്രണവും ഒക്കെ ഉൾപ്പെടെയുള്ളവരാണെന്ന് റാങ്ക് നേടിയിട്ടുള്ളത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ 3 ഭാരവാഹികൾ 1ാം റാങ്കും 2ാം റാങ്കും അതേപോലെ 27ാം റാങ്കും നേടി. ഈ പരീക്ഷ എഴുതിയിട്ടുള്ള 10,000-കണക്കിന് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ പോയി റോഡിൽ ഇഴഞ്ഞ് സമരം നടത്തി. ഒരൊറ്റ ആക്ടിവിസ്റ്റുകളെയും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും നമ്മൾ കണ്ടിട്ടില്ല. ആ പരീക്ഷയെ കുറിച്ച് അന്വേഷണം നടത്തി അന്ന് വിദ്യാഭ്യാസ മന്ത്രിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അന്ന് പറഞ്ഞത് PSC പരീക്ഷയുടെ കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടന്നിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് AR ക്യാമ്പിലെ 3 പോലീസ് ഉദ്യോഗസ്ഥരിൽ മാത്രം ആ കേസിന്റെ അന്വേഷണം ഒതുക്കി. ഞങ്ങളിപ്പോ ചോദിക്കുന്ന ചോദ്യം, നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 13ഓളം പ്രതികളെ ഈ രാജ്യത്തെ ഏറ്റവും കുറ്റമറ്റ അന്വേഷണ ഏജൻസി പിടിച്ചെന്ന് ജയിലിലിട്ടു. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ രാജ്യത്തിന്റെ യുവജനതയോടാണ് ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ആഭിമുഖ്യം, അതുകൊണ്ട് അതിവേഗ കോടതി സ്ഥാപിച്ചുകൊണ്ട് ഈ കുറ്റവാളികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകും. ഞാൻ മുന്നേ സൂചിപ്പിച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോ നീറ്റിന്റെ ചെയർമാൻ അടക്കമുള്ളവരെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി നിയമ നടപടി നേരിടുകയാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട പിണറായി വിജയ, നിങ്ങൾ കേരളവും ഈ രാജ്യവും ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഡസൻ കണക്കിന് പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നപ്പോ ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? അപ്പൊ വളരെ വ്യക്തമാണ്, സമരം ചെയ്യുന്നവരുടെ രൂപവും പൂർവ്വകാല ചരിത്രവും ഒക്കെ നോക്കുമ്പോൾ വളരെ കൃത്യമാണ്. കഴിഞ്ഞ 15 കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് 12 കൊല്ലമായി നരേന്ദ്രമോദി ഭരിച്ചെന്ന് പറയുന്ന പ്രധാനമന്ത്രി 1 രൂപയുടെ അഴിമതി നടത്താത്ത പ്രധാനമന്ത്രിയാണ്.
അദ്ദേഹത്തിന്റെ 2.5 പതിറ്റാണ്ട് കാലത്തെ ഭരണ നേതൃത്വം എന്ന് പറയുന്നത് 1 രൂപയുടെ അഴിമതി നടത്താത്ത ഒരു പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്ത് വികസനം പറഞ്ഞുകൊണ്ടോ രാജ്യത്തെ ഗവൺമെന്റിന്റെ നയത്തെ എതിർത്തുകൊണ്ടോ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് അസ്ഥിരപ്പെടുത്തുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ആഗോളതലത്തിലുള്ള ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഭാഗത്ത്, ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ആഗോള മുസ്ലിം ഭീകരവാദികളുടെ സംഘടന മറുഭാഗത്ത്, ഇറ്റാലിയൻ കഞ്ചാവ് മാഫിയ ലഹരി മാഫിയകളുടെ സംഘം മറുഭാഗത്ത്, ഇന്ത്യ നശിപ്പിക്കാൻ കെട്ടിയിറങ്ങിയിട്ടുള്ള മാവോയിസ്റ്റുകളുടെ സംഘം വീണ്ടും ഒരു ഭാഗത്ത്, ഇങ്ങനെ ഇന്ത്യയുടെ ബദ്ധശത്രുക്കളെല്ലാം തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെ മറുഭാഗത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് നടത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നു ജനാധിപത്യം. എന്ത് ജനാധിപത്യം? എന്താ ജനാധിപത്യത്തിന്റെ അർത്ഥം? ജനാധിപത്യം സംരക്ഷിക്കുന്നില്ല പോലും നരേന്ദ്രമോദി. ജനാധിപത്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 100 വട്ടം ഈ സമരത്തെ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്ന പ്രോത്സാഹിപ്പിക്കുന്നവർ നിഘണ്ടു എടുത്ത് ജനാധിപത്യത്തിന്റെ അർത്ഥം ഒന്ന് പഠിക്കണം. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭരണാധികാരിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക, അത്തരം സംവിധാനത്തിൽ തെറ്റുകൾക്കെതിരെ ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോ അത് ജനാധിപത്യപരമാണെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാന ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയിരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, കുറെ പേര് ഇവിടെ ആർമാദിക്കുന്നുണ്ടല്ലോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ വന്ന് ഈ രാജ്യം ഇന്നേ വരെ ആരും ചെയ്യാത്ത ഈ രാജ്യവിരുദ്ധ പ്രവൃത്തി, ഏറ്റവും സുരക്ഷിത മേഖലയായിട്ടുള്ള സംരക്ഷണ മേഖലയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ 4 മണിക്കൂർ കോമാളിത്തരം കാണിച്ചല്ലോ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആൾ. നമ്മൾ ഈ കോഴിക്കോട് അങ്ങാടിയിൽ വെച്ച് നമുക്ക് പറയാം, ഒരു 50 പേർ ഇന്ത്യ പ്രധാനമന്ത്രിയുടെ വീട് പോട്ടെ, ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെ വീട് മാറ്റിവെക്കാം, ഈ കോഴിക്കോട്ടെ 50 മീറ്റർ അപ്പുറത്തുള്ള കമ്മീഷണർ ഓഫീസറുടെ ഗേറ്റിന്റെ മുന്നിൽ, കമ്മീഷണറുടെ ഓഫീസിന്റെ ഗേറ്റിന്റെ മുന്നിൽ ഒരു വിരുദ്ധവുമില്ലാത്തൊരു സംഘടനയുടെ പേരിലോ ഇനി ഒരു സംഘടനയുടെ പേരിലോ ആകട്ടെ ഒരു 50 പേർ ഒരു 5 മിനിറ്റ് നിന്ന് ഇത് ജനാധിപത്യ പ്രതിഷേധമാണെന്ന് പറഞ്ഞൊരു പ്രതിഷേധം നടത്താൻ സാധിക്കുമോ? അങ്ങനെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട കമ്മീഷണർ ഷൗക്കത്ത് അലി സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞങ്ങൾ അവസാനിപ്പിക്കാം. PD സതീശന്റെ വീട്ടിലേക്ക് ക്ലിപ്പ് ഹൌസിലേക്ക് ഇന്ന് യുവമോർച്ചയുടെ പ്രവർത്തകർ പോയി. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പോലീസ് തടങ്കണത്തിൽ നിന്നാണ് പ്രതിഷേധിച്ചിട്ടുള്ളത്. തിരിച്ച് ഞങ്ങൾ ചോദിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ വീട്ടിന്റെ മുന്നിൽ 4 മണിക്കൂർ സമരാഭാസം നടത്തിയിട്ട് പോലും ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നിശ്ചയിച്ച ഒരു മന്ത്രി പോയി ചുമലിൽ കെട്ടി ചർച്ചയ്ക്ക് തയ്യാറായപ്പോ തിരിച്ച് ഞങ്ങളുടെ ചോദ്യം, ഇത് കോഴിക്കോടും തിരുവനന്തപുരമാണല്ലോ നമ്മുടെ സെന്റർ. തിരുവനന്തപുരത്ത് ക്ലിപ്പ് ഹൌസിന്റെ മുമ്പിൽ ഒരു 10 BJPയുടെ പ്രവർത്തകനോ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തകരെയോ ഒരു 10 മിനിറ്റ് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? അങ്ങനെ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ DGPയെ വിളിച്ച് യുവമോർച്ചയുടെ BJPയുടെ 10 കുട്ടികൾ എന്റെ വീട്ടിന് മുന്നിൽ സമരം ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവർക്ക് പാലും മുട്ടയും കൊടുക്കണം എന്നാണോ പറയുക? ഞങ്ങൾക്കറിയില്ല. ഇതാണ് ഈ രാജ്യം ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് സമരം എല്ലാവർക്കും നടത്താം, ഞങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ സമരത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ലക്ഷ്യം ജനാധിപത്യ രീതിയിലുള്ള സമരമാണെങ്കിൽ ആ സമരം നടക്കട്ടെ. ജന്തർ മന്ദറിൽ 10-23 ദിവസ സമരം നടന്നപ്പോ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? ആരെങ്കിലും ലാത്തിചാർജ് ചെയ്തിട്ടുണ്ടോ? ഇത് BJP സ്പോൺസർ ചെയ്ത ഒരു സമരമാണ്. നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ ചോർന്നതിനെതിരായിട്ട് കോൺഗ്രസ് എന്തോ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ദുർബലപ്പെടുത്താൻ BJP തന്നെ സ്പോൺസർ ചെയ്യുന്ന സമരമാണ് ജന്തർ മന്ദറിൽ നടക്കുന്നത്. ഇതായിരുന്നു കോൺഗ്രസ് പറഞ്ഞത്. പാർലമെന്റ് തുടങ്ങിയ ദിവസം, ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെങ്കിൽ പല മാധ്യമങ്ങളും ഇവിടെ പറഞ്ഞ പോലെ അത് പറയാൻ ധൈര്യം കാണിക്കില്ല. കോൺഗ്രസിന്റെ രാജ്യസഭയിലെ പ്രമുഖ നേതാവ് ജയറാം രമേശ് ഈ സമരത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത്. ഇത് BJP സ്പോൺസേഡ് സമരമാണ്. പിന്നെ മലയാള പത്രങ്ങൾ വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങളെയോ ഹിന്ദി പത്രങ്ങളെ ആശ്രയിക്കേണ്ടി വരും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വല്ലതും മനസ്സിലാവാൻ.
അതുകൊണ്ട് ആ പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്, ദേശീയ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ജയറാം രമേശ് പറഞ്ഞത് ഇത് BJP സ്പോൺസേഡ് സമരമാണ്, രാജ്യസഭ രേഖകളിലുള്ളതാണ്. പക്ഷേ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ഉടനെ വിദേശത്ത് പോയി സുഖവാസമെല്ലാം കഴിഞ്ഞ് കായകൽപ്പ ചികിത്സയെല്ലാം നടത്തി തിരിച്ചു വന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ബഹളം, ഒരേ ബഹളം. നമ്മുടെ നാട്ടിലെ പത്രങ്ങളും ചാനലുകളും എഴുതുന്ന ഇന്ത്യ ഒറ്റക്കെട്ടായി. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഈ TV കണ്ടു, എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയണത്. അപ്പൊ ഞാൻ ഇടക്കിടയ്ക്ക് ഈ പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ മലയാളം ചാനലിൽ വെച്ചു നോക്കും. എല്ലാം ആരെയും പ്രത്യേകിച്ച് പറയണ്ട, എല്ലാവരും ഇന്ത്യ ഒറ്റക്കെട്ടായി. ആദ്യം പറഞ്ഞു ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി എന്നാണ്, പിന്നെ പറഞ്ഞു ഇന്ത്യ ഒറ്റക്കെട്ടായി ഗാന്ധി സ്മൃതിയിലേക്ക് നടന്നെടുക്കുകയാണ്. അവിടെ വണ്ടി തടഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെ. ഞാൻ നോക്കുമ്പോൾ ആരൊക്കെയാണെന്നറിയാം ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ഗാന്ധി സ്മൃതിയിൽ എത്തിയത്? ഒന്ന് രാഹുൽ ഗാന്ധി, പിന്നെ ഒന്ന് പ്രിയങ്ക ഗാന്ധി, പിന്നെ നമ്മുടെ KC വേണുഗോപാൽ, പിന്നെ ഞാൻ നോക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ്, പിന്നെ നമ്മുടെ റഹീം, പിന്നെ PV അബ്ദുൾ വഹാബ്, പിന്നെ ഏതോ ഒരാളെ പേര് സന്തോഷ് കുമാർ, പിന്നെ നമ്മുടെ മൊഹുവ മൈത്ര. ക്രാക്ക്, അവര് എപ്പോഴേ ക്രാക്കാണ്. ഇവരാണ് ഇന്ത്യ ഒറ്റക്കെട്ടായി ഗാന്ധി സ്മൃതിയിൽ എത്തിയിരിക്കുന്നു. എന്താ അടിച്ചുവിടൽ! ഒരു ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടല്ല, ഒരു ഇന്ത്യയും ഒറ്റക്കെട്ടല്ല. ഞാൻ നോക്കുമ്പോൾ കനിമൊഴിയില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള DMK നേതാവാണ്, പാർലമെന്റിലെ ഗർജിക്കുന്ന പെൺപുലിയ. കനിമൊഴിയില്ല. നമ്മുടെ മുലായം സിംഗിന്റെ മകൻ എന്ത് യാദവാണ്, അഖിലേഷ് യാദവ് ഇല്ല. അഖിലേഷ് യാദവ് ഇന്നലെ പാർലമെന്റ് പ്രസംഗിക്കുമ്പോ KC വേണുഗോപാൽ തടസ്സപ്പെടുത്തിയപ്പോ അത് മലയാള മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല. അതിനെതിരെ വലിയ വാർത്തയാണ്. അതായത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തർപ്രദേശിലെ, ഈ രാജ്യത്തെ 16% ജനങ്ങളുള്ള ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണി നേരത്തെ എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആള് രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് നമ്മളെല്ലാവരും ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളിൽ കേട്ടു. അപ്പൊ അഖിലേഷ് യാദവ് ഇല്ല, RJD ഇല്ല, DMK ഇല്ല, ശരത് പവാർ ഇല്ല, സുപ്രിയ സൂളെ പാർലമെന്റിൽ നന്നായി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവരാരും ഇന്നലത്തെ ഗാന്ധി സ്മൃതിയിലെ നാടകത്തിലില്ല. ആദ്യ ദിവസത്തെ നാടകത്തിൽ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ദിവസത്തെ നാടകത്തിൽ നമ്മുടെ കേരളത്തിലെ സഖാക്കള് കപ്പലണ്ടി വെക്കാൻ പോകുന്ന പോലെ ഇവിടുത്തെ പോയ MP-മാര് അവിടെ ജന്തർ മന്ദറിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കുറച്ചു ദിവസമായിട്ട്. അവരും കോൺഗ്രസിന്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. നോക്കൂ, ഇത്രയും ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ, അവരുടെ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിലെയോ ലെഫ്റ്റിലെയോ ആരും പങ്കെടുത്തില്ല? ഇപ്പൊ എന്താ പങ്കെടുക്കുന്നത്? ഇപ്പൊ എന്താ പുതിയ ആവശ്യം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതിനിടയ്ക്ക് അവർ പറഞ്ഞു കേട്ടു ധർമ്മേന്ദ്ര പ്രധാന്റെ കയ്യിൽ നിന്ന് പോയി, ഇപ്പൊ ഇനി മോദി അമിത്ഷാ രാജിവെക്കണം എന്നാണ്. ചോദ്യ പേപ്പർ ചോർന്നതിന് മെയ് 3-നാണ് ചോദ്യ പേപ്പർ ചോരുന്നത്. മെയ് 7-ാം തീയതിയാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ NTA ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു പത്രവും അവരുടെ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് അടിച്ചൊന്നുമല്ല, അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കൊണ്ട് വന്നൊന്നുമല്ല, ഒരു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതല്ല, ഗവൺമെന്റ് തന്നെ കണ്ടുപിടിച്ചതാണ്. ഇമ്മീഡിയറ്റ് എഫക്ട് ആ ദിവസം തന്നെ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കണം എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട്. ഗവൺമെന്റ് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ 2 മണിക്ക് വിവരം അറിഞ്ഞു, 5 മണിക്ക് CBI എൻക്വയറി പ്രഖ്യാപിച്ചു. 13 പേരെ 10 ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് പരീക്ഷ ക്യാൻസൽ ചെയ്തു. പരീക്ഷ ക്യാൻസൽ ചെയ്ത് പുതിയ പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്തായിരുന്നു? ഒരു അക്കാഡമിക് ഇയർ ഇത്രയും 22 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. ഒരു അക്കാഡമിക് ഇയർ നഷ്ടമായാൽ അവരുടെ ഭാവി അത് വലിയ തോതിൽ ബാധിക്കും. ശരി, ഒരു അക്കാഡമിക് ഇയർ നഷ്ടപ്പെടാൻ പാടില്ല ഒറ്റ കുട്ടിക്കും. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ, കാരണം പരീക്ഷാ പേപ്പർ ചോർത്തുന്നവർ ചെറിയ ആൾ. അപ്പൊ ഇവര് പറയുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. എന്തിന്? ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് ഉത്തരവാദിത്തം ഇതിൽ? പരീക്ഷാ പേപ്പർ ചോർന്നു, ചോർത്തിയത് ആരാണെന്ന് കണ്ടുപിടിച്ചു. അതിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ച് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വീണ്ടും അന്വേഷിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഫാസ്റ്റ് കർശന നിയമം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എല്ലാ നടപടിക്രമങ്ങളും പോയി. നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടി പറയുന്നു നമ്മൾ പഠിക്കണം.
ഞാൻ സമരക്കാരെ ആക്ഷേപിക്കുന്നില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ബഹളം വയ്ക്കുന്നു. ചൈനയിലോ വേറെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊന്നും ഒരു സമരവും ഇല്ല, പ്രതിപക്ഷ നേതാവും ഇല്ല, വേറൊരു പാർട്ടിയും ഇല്ല, പാർലമെന്റ് തന്നെ ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. പക്ഷെ അവരിവിടെ പറഞ്ഞ് ഭയങ്കര ജനാധിപത്യമാണ് അവർക്കൂടെ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി